സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റാണ്. അതായത് റിപ്പോർട്ടർ ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ഒരു കാര്യം. അതൊരു പരിപാടിയിൽ മമ്മൂക്ക പങ്കെടുത്ത സമയത്ത് മതത്തിനെപ്പറ്റി മമ്മൂക്ക പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനും മഴയ്ക്കും മതവും ജാതിയുമില്ല, രോഗങ്ങൾക്കുമില്ല. കൾച്ചറൽ കോൺഗ്രസിന്റെ സമാപനത്തിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മതം വലിയൊരു പ്രശ്നമാണ്. ആർക്കാണ് ആ പ്രശ്നം? മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മതം പ്രശ്നമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ നാട്ടിലെ സംഘിപുത്രന്മാരാണ്. ഈ ഭാരതപുത്രൻ എന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഘിപുത്രന്മാർക്കാണ് മമ്മൂട്ടിയുടെ ജാതിയും മതവും എല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നം. മമ്മൂട്ടി ഒരു മുസൽമാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു മുസൽമാൻ ആയതുകൊണ്ട് തന്നെയാണ് അയാൾക്കെതിരെ പല രീതിയിലുള്ള പരാമർശങ്ങളും പല രീതിയിലുള്ള കളികളും കളിക്കാനായിട്ട് ഈ ചാണകമിത്രങ്ങൾ രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ്റെ ആ ഒരു വിയോഗം നമ്മൾ കണ്ടതാണ്. ആ വിയോഗത്തിൽ പങ്കെടുത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് താരരാജാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പങ്കെടുത്ത ഒരു വീഡിയോയിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ സഹിതമാണ് ഇട്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു ലൈഫ് ഓഫ് ജോസൂട്ടി ആ ഒരു സിനിമയിലെ പോസ്റ്റാണെന്ന് തോന്നുന്നു, ഫോട്ടോ ആണെന്ന് തോന്നുന്നു, ഒരു സ്റ്റില്ല്. അതിട്ടിട്ട് ഇവന് പകരം അല്ലെങ്കിൽ ശ്രീനിവാസിന് പകരം ഇവൻ അങ്ങ് ചത്താൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രീനിവാസിന് മുൻപേ മരിക്കേണ്ടത് ഈ പറയുന്ന മമ്മൂട്ടിയായിരുന്നു. ആ പേര് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആളുടെ പേര് ജോസഫ് എന്നാണ് കേട്ടോ. അതൊരിക്കലും ഒരു ജോസഫ് അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് ഏതോ ഒരു സംഘിപുത്രനാണ്. ഇവന്മാർക്കൊന്നും ഒരു ഐഡന്റിറ്റിയോ പേരോ മേൽവിലാസങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർ സ്വന്തം അച്ഛൻ്റെ പേര് തന്നെ മാറ്റി പറയുന്ന ടീംസാണ്. അപ്പോൾ അതുപോലെ ഇവന്മാർക്ക് മേൽവിലാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോസഫ് എന്നോ അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരിഫ് ഹുസൈൻ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിൽ വന്ന് കമന്റ് ഇടാം. അത് സ്വന്തം മതത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, വേറെ കളികളൊന്നുമില്ല. അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ജോസഫ് എന്നൊരു പേരിട്ടുകൊണ്ട് മമ്മൂട്ടിയുടെ മരണം കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്കവിടെ കാണാൻ സാധിക്കും. എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? മമ്മൂട്ടി മുസൽമാൻ ആയതല്ലേ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലെങ്കിൽ നാഷണൽ അവാർഡ് എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് കൊടുത്തില്ല? മമ്മൂക്ക ഒരു മുസൽമാൻ ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. എന്തുകൊണ്ട് നാഷണൽ അവാർഡ് മോഹൻലാലിന് കൊടുത്തു? മോഹൻലാൽ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ ഈ RSSന്റെയും സംഘപരിവാറിന്റെയും ചാണക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ടാണ് മമ്മൂക്കയെ അവർ അവോയ്ഡ് ചെയ്യുന്നത്. അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് മോഹൻലാലിനെ ചേർത്ത് പിടിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒരു കൊച്ചിനോട് ചോദിച്ചാൽ പോലും അവർ പറയും, ചേട്ടാ ഇത് തന്നെയാണ് കാര്യം എന്നുള്ളത്. അത് വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ കമന്റ് ബോക്സിൽ വന്ന് കരഞ്ഞു മെഴുകുന്ന പിതാക്കന്മാരില്ലാതെ ജനിച്ചുപോയ പിതൃശൂന്യത്തരമുള്ള ഒരുവൻ, അവൻ ആരും ആയിക്കോട്ടെ, എന്തായാലും പറഞ്ഞത് നല്ല ഭാഷയാണ് കേട്ടോ. സ്വന്തം വീട്ടിൽ പോയിട്ട് അങ്ങ് പറയുക, കണ്ണാടിയിൽ നോക്കി പറയുക, എടാ മോനെ, ഈ മരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓൾറെഡി വിധി ദൈവം എഴുതിയിട്ടുണ്ടാവും. അല്ല, നമ്മളൊക്കെ എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, ഏത് സാഹചര്യത്തിൽ മരിക്കും, ആരൊക്കെ നമ്മുടെ കൂടെ കാണും എന്നൊക്കെ ഒരു വിധി ഉണ്ടാവും. ആ വിധിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്നാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ജീവിതത്തിൽ, അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ ആ വിധി പോലും തോറ്റുപോകും. കാരണം അദ്ദേഹം വിധിയെ തോൽപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹം ക്യാൻസർ ബാധിച്ചിട്ട് ആശുപത്രിയിലായിരുന്നു നീണ്ട 8 മാസത്തോളം. അതിനുശേഷം അദ്ദേഹം തിരികെ സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ വൻ വിജയമായിട്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ കത്തിക്കേറി പോകുന്നു. അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത, അതായത് ചെറുപ്പക്കാരി പിള്ളേർക്ക് പോലും പിടിച്ചാൽ കിട്ടാത്തത്രയുള്ള ഒരു ക്യാരക്ടർ അത് മമ്മൂക്ക ചെയ്യുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടും വരാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയിൽ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സ്മോക്കിങ്ങിന്റെ ഒരു റൗണ്ട് ഇങ്ങനെ പോകുമ്പോൾ അതിൽ മമ്മൂക്ക നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം മറ്റൊരാൾക്കും ചെയ്തു തീർക്കാൻ പറ്റാത്ത, ഒരാൾക്കും ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാത്ത കഥാപാത്ര പൂർണ്ണത അല്ലെ കഥാപാത്രങ്ങളാണ് മമ്മൂക്ക ചെയ്യുന്നത്. അങ്ങനെ ഒരു കഥാപാത്ര പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മമ്മൂക്ക പറഞ്ഞിരിക്കുന്ന വീഡിയോ, ഈ റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്ന വീഡിയോ, അതെന്താണ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെ പറ്റി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ കൊണ്ട് പൊക്കോട്ടെ, മതങ്ങൾ നമ്മൾ ഉദ്ധരിക്കാൻ വിടണ്ട. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. മതങ്ങൾ വിശ്വസിച്ചോട്ടെ, വിരോധം. പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കണം. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യവെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യവെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, ജാതിയുമില്ല.
രോഗങ്ങൾക്കുമില്ല. പക്ഷേ എന്നാലും നമ്മളിതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതും നമ്മുടെ സ്നേഹത്തിൽ തന്നെയാണ്, മനുഷ്യ സ്നേഹത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. കാലമുണ്ടായ അല്ലെങ്കിൽ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം നമ്മൾ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. നമ്മുടെ സ്നേഹമുണ്ടാകുന്നത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ, അതായത് നമ്മളിലുള്ള പൈശാചികമായ ഭാവത്തെ, അതിനെ ദേവഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്, നമ്മൾ ദേവഭാവത്തിലേക്ക് എത്തുന്നത്, നിങ്ങൾ മനുഷ്യനപ്പുറത്തേക്ക് വളരുന്നത്. പക്ഷേ അത് അപൂർവം ചില ആളുകൾക്കേ ഉള്ളൂ ആ സിദ്ധി. പക്ഷേ എല്ലാ മനുഷ്യർക്കും സിദ്ധിച്ചേക്കാവുന്നൊരു സിദ്ധി തന്നെയാണ്. ലോകം മുഴുവൻ അങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമാണ്. അങ്ങനെ നടക്കില്ല. വളരെ ലോലമാനസരായവർ ചിലപ്പോൾ ഈ പൈശാചിക ഭാവത്തിന് കീഴടങ്ങി പോകുന്ന അവസരങ്ങളുണ്ടാവാം. പക്ഷേ നമുക്ക് ഈ യുദ്ധം, നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നന്മ ഉണ്ടാവൂ. അതുതന്നെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം തന്നെ തുടരട്ടെ, ആ യുദ്ധം നടക്കട്ടെ, യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കണ്ടില്ലേ, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ജിന്നിനെ അല്ലെ ഈ ഒരു മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നത്. എവിടെ എന്ത് ഏത് രീതിയിൽ എത്ര രീതിയിൽ പറയണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണയുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് കമ്മ്യൂണിസ്റ്റിൻ്റെ വേദിയിലായിക്കോട്ടെ, BJPയുടെ വേദിയിലായിക്കോട്ടെ, ഏത് വേദിയിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് പറയുന്ന വാക്കുകളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതെങ്ങനെ പറയണം, എങ്ങനെയാണ് അത് മറ്റുള്ള ജനങ്ങളെ ആസ്വാദ്യകരമാക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അത് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്നത് ഈ ജാതി മതം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാണ്. അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് സൂര്യനോ അല്ലെങ്കിൽ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മഴയ്ക്കോ ഒന്നും ജാതിയില്ല, മതമില്ല. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. മഴ എപ്പോൾ വേണമെങ്കിലും വരാം, വെയിലെപ്പോൾ വേണമെങ്കിലും വരാം, പിന്നെ നമ്മുടെ രോഗം എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്കറിയാം കൊറോണ വന്ന സമയത്ത്, ഫ്ലഡ് വന്ന സമയത്ത്, ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന സമയത്ത് ഏതോ ജാതിയിലുള്ള ഏതോ മതത്തിൽപ്പെട്ട ഏതൊക്കെയോ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പലരെയും രക്ഷപ്പെടുത്തിയത്. മുക്കുവൻ എന്ന് പറയപ്പെടുന്ന മീൻ പിടിച്ച് ജീവിക്കുന്ന ആ ഒരു ഉപജീവന മാർഗമാക്കിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും കൈ പിടിച്ച് ഉയർത്താനായിട്ട് മുന്നിലേക്ക് വന്നത്. അതൊന്നും ആർക്കും മറക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും സഹായം വേണം. അപ്പോൾ ജാതിയില്ല, മതമില്ല. മോനെ എന്നെ രക്ഷിക്കടാ, എൻ്റെ കൈ പിടിക്കടാ. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ വീണ്ടും ദാ വരുന്നു നിറം, പിന്നെ മണം, പിന്നെ അവരുടെ ജാതി, അവരുടെ പൂർവികരുടെ ജാതി, ഇതൊക്കെ പിന്നീട് ചകയലായി. അങ്ങനെ ചികഞ്ഞ് ആളുകളെ ഒരുമാതിരി ജാതിയുടെയും മതത്തിൻ്റെയും ഓരോ ശ്രേണി തിരിച്ച് വൈശ്യർ, ശൂദ്രർ, ക്ഷത്രിയർ, അടിയാളന്മാർ, ദളിതർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് തിരിക്കുന്നത് പോലെ ആളുകളുടെ കണ്ണുകളിൽ വരാൻ തുടങ്ങി. നമുക്കറിയാം മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയായിരുന്നു ഈ മതത്തിൻ്റെ പേരിൽ പല ആളുകളും ഇറക്കിക്കൊണ്ടിരുന്നത്. അത് അവർ മതം വെച്ച് പറയുന്നില്ല, പക്ഷേ അവർ ഈ കളിക്കുന്ന കളികളെല്ലാം മതത്തിൻ്റെ പേരിലായിരുന്നു. എന്നാൽ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം മമ്മൂക്ക ഇപ്പം നൈസായിട്ടൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ. മമ്മൂക്ക പറയുന്നത് മറ്റുള്ള ഒരു പാർട്ടിയും കുറ്റം പറയുന്നില്ല. മമ്മൂക്ക നൈസായിട്ട് മറുപടി കൊടുക്കുന്നത് ജാതിയും മതവും നമ്മളല്ലേ നിശ്ചയിക്കുന്നത്, അതിൻ്റെ ആവശ്യകതയുണ്ടോ, നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ പോരെ, മനുഷ്യന് മാത്രമേ, മതമൊന്നുമില്ല, മതം എന്ന് പറയുന്ന സാധനമേ ഇല്ല, മനുഷ്യനാണ്, മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം എന്നാണ് മമ്മൂക്ക പറയുന്നത്. അപ്പോൾ ആ മമ്മൂക്ക പറയുന്ന കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള കയ്യടിയാണ് ആ സദസ്സിൽ നിന്ന് ഉയരുന്നത്. അപ്പോൾ ഇത്രയും തിരിച്ചറിവും ഇത്രയും ബോധവുമുള്ള ഒരു മനുഷ്യനെതിരെയാണോ ചാണകമിത്രങ്ങളെ നീയൊക്കെ കളിക്കാൻ ശ്രമിച്ചത്? നിനക്കൊക്കെ തെറ്റി, നീയൊക്കെ അടപടലം മൂഞ്ചി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെറുതെ എന്തൊക്കെയോ പ്രഹസനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് മമ്മൂട്ടി അങ്ങ് തകർത്ത് കളയാന്ന് വിചാരിച്ചെങ്കിൽ അതൊക്കെ വെറുതെ ആയിപ്പോയി, അസ്ഥാനത്തെ ഐഡിയ ആയിപ്പോയി. ഇനി ഈ പരിപാടി കൊണ്ട് ഇറങ്ങരുത്. കാരണം ആ മനുഷ്യന് 74 വയസ്സുണ്ട്. ആ 74 വയസ്സിൽ ആ മനുഷ്യൻ കണ്ട ലോകങ്ങൾ നീ കണ്ടതിനേക്കാളൊക്കെ ഉയരെയാണ്. നീയൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാണ്. BJP അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെ ചാണകമിത്രങ്ങൾ അവർ പറയുന്ന ആ ഒരു വലയത്തിനകത്താണ് നീയൊക്കെ. അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്ന് നീയൊക്കെ റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മറ്റുള്ള പാർട്ടികളിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കുമ്പോഴാണ്. ഒരു പാർട്ടി എന്നുള്ളൊരു അതിർവരമ്പ് വിട്ട് സ്വതന്ത്രമായിട്ടൊരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോഴേ നിനക്കൊക്കെ മനുഷ്യനെ മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഒരു പാർട്ടിയെ പറയുന്നില്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിക്കെതിരെ കളിക്കുന്ന ആളുകൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവച്ചേക്കുക. ഇനി നാളെ ഇതിൻ്റെ പേര് കുരുപൊട്ടി പല ആളുകളും വരും, സംശയമില്ല, നിസ്സംശയം പറയാം, നാളെ പുതിയൊരു വീഡിയോ കാണും.
മമ്മൂട്ടി മതത്തിൻ്റെ പേര് പറയുന്നു, മമ്മൂട്ടി ആരാണ് ഇവിടെ മതം പറഞ്ഞ് കളിയാക്കാൻ ശ്രമിക്കുന്നത്, മമ്മൂട്ടി ഈ പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകിയിട്ടൊക്കെ പോകും. നിങ്ങൾ നോക്കിക്കോ, അല്ല നാളെ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മ്ലേച്ഛകരമായ ചിന്താഗതി നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് മമ്മൂക്ക എടുത്തു പറയുന്നത്. ഇങ്ങനെയുള്ള മമ്മൂക്കയെ പോലെ എന്തും എവിടെയും തുറന്നു പറയാൻ ധൈര്യമുള്ള, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആണത്തമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് അവരെ നമ്മളെ അടിച്ചമർത്തി കളയും, അവരെ നമ്മളെ കൊന്നുകളയും എന്നുള്ള പേടി കൊണ്ട് ജീവിക്കാതെ കുറച്ച് നാളെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രയും നാളും മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ മൂക്കിന് താഴെ മീശ ഉണ്ടെങ്കിൽ ആ മീശ വെച്ച് ആണത്തത്തോടെ ജീവിക്കാൻ സാധിക്കണം. അതാണ് മമ്മൂക്ക ഇവിടെ തെളിയിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ വിവേകം അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.